ഇൻഫോമീഡിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യുക. നമസ്കാരം. ഇന്ന് സാധാരണ വീട്ടുകാരെ നേരിട്ട് ബാധിക്കുന്ന ഒരു വലിയ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഗാർഹിക LPG സിലിണ്ടറുകളുടെ സബ്സിഡി സംവിധാനത്തിൽ കേന്ദ്ര സർക്കാർ വലിയ മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സിലിണ്ടർ വിലയും വീണ്ടും ഉയർന്നിട്ടുണ്ട്. ഈ തീരുമാനങ്ങൾ സാധാരണ കുടുംബ ബഡ്ജറ്റിനെ എങ്ങനെ ബാധിക്കുമെന്ന് വിശദമായി നോക്കാം. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഒരു വർഷത്തിൽ ലഭിക്കുന്ന സബ്സിഡി സിലിണ്ടറുകളുടെ എണ്ണം 9 നിന്ന് 4 കുറച്ചിരിക്കുകയാണ്. അതായത് മുൻപ് ഒരു കുടുംബത്തിന് കൂടുതൽ സബ്സിഡി സിലിണ്ടറുകൾ ലഭിച്ചിരുന്നെങ്കിൽ ഇനി അതിൻ്റെ അളവ് പകുതിയിലധികം കുറയും. ഇതിന്റെ അർത്ഥം വളരെ സിമ്പിളാണ്. കൂടുതൽ സിലിണ്ടറുകൾ മാർക്കറ്റ് വിലയ്ക്ക് വാങ്ങേണ്ടി വരും. വീടുകളുടെ മാസ ബഡ്ജറ്റിൽ നേരിട്ടുള്ള സമ്മർദ്ദമുണ്ടാവും. ഇതിന് പിന്നാലെ തന്നെ മറ്റൊരു പ്രധാന മാറ്റം കൂടി വന്നിട്ടുണ്ട്. 14.2 കിലോഗ്രാം ഗാർഹിക സിലിണ്ടറിന് 29 രൂപ വർധന പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് വലിയ തോതിലുള്ള വർധനയല്ലെങ്കിലും തുടർച്ചയായ വില വർധന ഉപഭോക്താക്കളെ ആശങ്കയിലാക്കുകയാണ്. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഒരു സിലിണ്ടറിന്റെ വില 1600 രൂപയ്ക്ക് മുകളിലാണ് വരുന്നത്. അതിൽ സർക്കാർ നൽകുന്ന സബ്സിഡി ഏകദേശം 300 രൂപ മാത്രമാണ്. ഈ തീരുമാനത്തെക്കുറിച്ച് പെട്രോളിയം മന്ത്രാലയം വിശദീകരണവും നൽകിയിട്ടുണ്ട്. പൊതുമേഖല എണ്ണ കമ്പനികളിൽ വലിയ നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നാണ് വിശദീകരണം. അധികൃതരുടെ കണക്കുകൾ പ്രകാരം ഗ്യാസ് മേഖലയിൽ ഏകദേശം 700 രൂപ വരെ നഷ്ടം. പെട്രോൾ ഡീസൽ മേഖലകളിൽ വലിയ നഷ്ടം തുടരുന്നു. പെട്രോളിയം മന്ത്രാലയത്തിന്റെ അഡീഷണൽ സെക്രട്ടറി പ്രവീൺ M. ഖനൂജ വ്യക്തമാക്കിയത് പ്രകാരം മാർക്കറ്റ് വിലയെ താരതമ്യം ചെയ്യുമ്പോൾ യഥാർത്ഥ ചെലവ് വളരെ കൂടുതലാണ്. സർക്കാർ സബ്സിഡി നൽകുന്നതിനാൽ വില നിയന്ത്രണത്തിൽ നിൽക്കുന്നുവെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വില വർധനയ്ക്ക് പിന്നിൽ അന്താരാഷ്ട്ര കാരണങ്ങളും ഉണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. പ്രധാന കാരണങ്ങൾ പശ്ചിമേഷ്യയിലെ തുടർച്ചയായ സംഘർഷങ്ങൾ, അന്താരാഷ്ട്ര LPG വില ഉയരുന്നത്, ഇറക്കുമതി ചെലവിൽ വർധന, അതുപോലെ ഇതിന്റെ ഫലമായി ഇന്ത്യ LPG വിലയും സബ്സിഡി ഘടനയും വീണ്ടും പരിഗണിക്കേണ്ട സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇത് സാധാരണ കുടുംബങ്ങളെ എങ്ങനെ എന്നുള്ളതാണ്. മാസച്ചെലവ് വർദ്ധിക്കും, സിലിണ്ടർ ഉപയോഗം കൂടുതൽ സാമ്പത്തിക ബാധ്യതയാകും, ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും ഒരുപോലെ ഇത് ബാധിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് താഴ്ന്ന വരുമാന കുടുംബങ്ങൾക്ക് ഇത് വലിയ സമ്മർദ്ദമാവും. ചുരുക്കി പറഞ്ഞാൽ ഗ്യാസ് സിലിണ്ടർ സബ്സിഡി കുറയുകയും വില ഉയരുകയും ചെയ്യുന്നത് സാധാരണ ജനങ്ങളുടെ ജീവിത ചെലവിൽ നേരിട്ടുള്ള ബാധ ഉണ്ടാക്കും. ഈ വിഷയത്തിൽ ഭാവിയിൽ സർക്കാർ കൂടുതൽ തീരുമാനങ്ങൾ എടുക്കുമോ എന്ന് കാത്തിരിക്കേണ്ടതാണ്. ഈ വീഡിയോ ഉപകാരപ്രദമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.